വെൽക്കം ടു നെഹ്ലാസ് വ്ലോഗ്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു മൈക്രോഗ്രീൻ റെസിപ്പി ആയിട്ടാണ്. ഇത് ഒരാഴ്ച കൊണ്ട് വളർന്ന മൈക്രോഗ്രീൻസാണ്. ചെറുപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. തോരന് ആവശ്യമുള്ള മൈക്രോഗ്രീൻസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ലെങ്ത്തിലാണ് നമുക്ക് മൈക്രോഗ്രീൻസിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചത് മണ്ണിലൊന്നുമല്ല, ടിഷ്യൂ പേപ്പറിലാണ് ഞാൻ ഇതാക്കി വെച്ചിട്ടുള്ളത്. കുഞ്ഞൊരു ഷോക്ക് വേണ്ടി ഒരു ചട്ടിന്ന് വെച്ചിട്ടുള്ളൂ, അല്ലാതെ നമുക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മൈക്രോഗ്രീൻസ് ടിഷ്യൂ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 1 വീക്ക് എടുത്തു കേട്ടോ അതൊന്ന് വളരാൻ. മൈക്രോഗ്രീൻസ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ തോരൻ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. അതും നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചെടുക്കുന്ന സമയത്ത് ഈ പച്ചമുളകും കൂടി ചേർത്ത് ചതച്ചെടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൈക്രോഗ്രീൻസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. മൈക്രോഗ്രീൻസ് അധികമൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് സോട്ടായി വന്ന ശേഷം നടുവിലൊരു കുഞ്ഞൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് 2 എഗ്ഗ് ഉടച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എഗ്ഗ് ചിക്കി എടുക്കണേ. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്തൊക്കെ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നെഹ്ല.